കർക്കടക വാവുബലി ഇടുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങൾ. കർക്കടക വാവുബലി ദിവസം പിതൃതർപ്പണം ചെയ്യുമ്പോൾ ചൊല്ലുന്ന മന്ത്രവും അതിന്റെ അർത്ഥവും കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിതൃതർപ്പണം കൂടുതലായും ചെയ്യുന്നത് പുണ്യകേന്ദ്രങ്ങളിലാണ്. പിതൃതർപ്പണത്തിനുള്ള മന്ത്രങ്ങൾക്ക് അതിവിശാലമായ അർത്ഥതലങ്ങളാണുള്ളത്. തെക്കോട്ട് തിരിഞ്ഞിരുന്ന് നാക്കില വച്ച് ആ ഇലയിൽ ദർഭപുല്ല് വച്ച് അതിലേക്ക് നമ്മുടെ പിതൃപരമ്പരകളെ സങ്കല്പിച്ച് ആവാഹിച്ച് അവർക്ക് അന്നവും അഥവാ അരിയും എള്ളും വെള്ളവും പുഷ്പവും ചേർത്ത് മന്ത്രസഹിതം അവർക്ക് സമർപ്പിക്കുന്നു. പ്രധാനമായും 3 മന്ത്രങ്ങളാണ് ചൊല്ലുന്നത്. ചിലയിടങ്ങളിൽ 5 മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട്. ചില സമ്പ്രദായങ്ങളിൽ ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും പൊതുവെ ഇങ്ങനെയാണ്. നമ്മുടെ കുടുംബത്തിലെ മൺമറഞ്ഞു പോയ 1-2 പേരെ ഉദ്ദേശിച്ചല്ല പിതൃതർപ്പണം ചെയ്യുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഗുരുവിൻ്റെയും സഹായികളുടെയും ആരോരുമില്ലാത്തവരുടെയും എല്ലാം കുടുംബത്തിലെ മൺമറഞ്ഞു പോയ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പിണ്ടം സമർപ്പിക്കുന്നു എന്നാണ് മന്ത്രം. അത്രയും വിശാലമായ അർത്ഥത്തിലുള്ളതാണ് പിതൃതർപ്പണം എന്ന സങ്കല്പം. മന്ത്രങ്ങളും അവയുടെ അർത്ഥവും. ആ ബ്രഹ്മണോയെ പിതൃവംശജാത മാതൃതദ വംശഭവാ മദിയ വംശദ്വയസ്മിൻ മമ ദാസഭൂത് ഭൃത്യ തഥൈവ ആശ്രിത സേവകാശ്ച മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേയേ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ടബലിം ദദാമി. അർത്ഥം: ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും എൻ്റെ കഴിഞ്ഞ 2 ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാരായവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. മാതൃവംശേ മൃദായേഷ് പിതൃവംശേ തഥൈവചേ ഗുരു ശ്വശുര ബന്ധൂനാമിയെ ചാന്യേ ബാന്ധവാ മൃത് യേമേ കുലേ ലുപ്ത പിണ്ട പുത്രധാര വിവർജിത ക്രിയാലോപ ഹദാശ്ചൈവ ജാത്യന്താ പങ്കവസ്തുത വിരൂപ ആമഗർഭാശ്ച ജ്ഞാതാജ്ഞാതാ കുലേ മമ ഭൂമൗ ദത്തന ബലിനാ തൃപ്തായാന്തു പരാം ഗതിം. അർത്ഥം: എന്റെ അമ്മയുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും, എന്റെ അച്ഛന്റെ ഗുരുവിന്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവർക്കും, കഴിഞ്ഞ കാലത്തിൽ പിണ്ടസമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും, മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും, പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും, പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും, അടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയും, ആയുസെത്താതെ മരിച്ചവർക്ക് വേണ്ടിയും, ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും, എന്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്കും വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു. ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ചു നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു. അതീതകുല കുടീനാം സപ്തദീപനിവാസിനാം പ്രാണീനാം ഉദകം ദത്തം അക്ഷയം ഉപ്തിഷ്ഠതു. ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ 7 ലോകത്തിലും അനേക ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു. അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെ ഇരുന്നു നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു.